ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ സ്പൈസി ആയിട്ടുള്ള ഷെസ്വാൻ കോളിഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കണം. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനൊരു 500 ഗ്രാംസ് കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അല്പം ഉപ്പ് വേണം, കോൺഫ്ലവർ വേണം, മൈദ, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇനി മൈദ ഞാനത് കുഴയ്ക്കാൻ ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ. ഒരു 3 ടേബിൾ സ്പൂണാണ് ഏകദേശം എടുത്തിരിക്കുന്നത്. ഞാനിത് മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ. അത് കോളിഫ്ലവറിലേക്ക് ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. 3 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി അല്പം വെള്ളം നനച്ച് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കണം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എല്ലാം മാവ് ആ കോളിഫ്ലവറിലൊന്ന് കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടി മാത്രം മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ, ഞാൻ ആ എണ്ണ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിൽ നിന്ന് കുറച്ച് എണ്ണ അങ്ങ് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ. ചെറുതായി ഒന്ന് വാടി വരണം. നമ്മളിതിലേക്ക് ഞാനൊരു 2 മീഡിയം സൈസ് സവോളയാണ് ആഡ് ചെയ്യുന്നത്. ഇത് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ എരിവിനായിട്ടൊന്നും ചേർക്കുന്നില്ല. ആദ്യം ചേർത്തിരിക്കുന്ന കാശ്മീരി ചില്ലി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഷെസ്വാൻ സോസ് നല്ല സ്പൈസിയാണ്, അതുകൊണ്ട് അത് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ.
അപ്പോൾ നമ്മുടെ സവാള ഒന്ന് വഴണ്ടി വന്നപ്പോൾ നമ്മളതിനകത്തേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് കുക്കായി വരണം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സോയ സോസ് ആഡ് ചെയ്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്നും വറ്റിച്ചെടുക്കണം. അതിൻ്റെ അത് ഉള്ളിയിൽ സവാളയിലേക്ക് അത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് വരുന്ന സമയം വരെ നമ്മളത് മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കണം. ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തില്ലെങ്കിൽ അതിൻ്റെ ആ സോസിൻ്റെ ഒരു ചെറിയ പച്ചച്ചോ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതുണ്ടാവില്ല. പിന്നെ അതിന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഷെസ്വാൻ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. ഷെസ്വാൻ സോസിന് നല്ല സ്പൈസിയാണ്, അതുകൊണ്ടാണ് നമ്മൾ മറ്റ് മുളകുകളൊന്നും ചേർക്കാതിരുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കംപ്ലീറ്റ് കോളിഫ്ലവറിൽ ആ സോസ് എല്ലാം കൂടെ ഒന്ന് കോട്ട് ചെയ്യത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് വെള്ളവും വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഷെസ്വാൻ കോളിഫ്ലവറുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്പൈസിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡിഷാണിത്. നമുക്കിതുപോലെ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ല ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.